Hello. Welcome to Market Discussion of the Day. Today, May 11, 2026, Monday ആണ്. പുതിയൊരു വീക്കാണ്. സോ നമ്മൾ കുറച്ച് ലേറ്റായി ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഇടാനായിട്ട്. നോർമലി 11 മണിക്ക് മുന്നേ ആയിട്ട് നമ്മൾ ഇടുന്നതാണ്. ഇപ്പോൾ 2 മണിയായി ഇന്ത്യൻ ടൈമിംഗ്, 2:30 ആക്ച്വലി. ഓക്കെ, സോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ വൈഫിന് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയതാണ്. ഓക്കെ, സോ എനിവേസ് നാളെ മുതൽ ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ ഇടും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇടാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഒരുപാട് ഫണ്ടമെൻ്റൽസ് നടന്നിട്ടുള്ളൊരു വീക്കെൻഡ് ആയിരുന്നു അല്ലേ. സോ നമുക്കറിയാം ഗോൾഡൊക്കെ ഇന്ന് ഭയങ്കരമായ ഒരു എന്താ പറയുക, ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ മാർക്കറ്റ് ഓൾമോസ്റ്റ് 4715 അവസാനിച്ച മാർക്കറ്റ് 4690 ഇന്ന് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. സോ നമുക്ക് ഗോൾഡിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4690 ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. സോ വലിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ റീസണൊക്കെ കുറച്ച് ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പൊളിറ്റിക്കലി വീക്കെൻഡിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോവാം. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇന്ന് ലേറ്റ് ആയെങ്കിലും നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷൻ ഇടാനായിട്ട് ഞാൻ ലേറ്റ് ആയെങ്കിലും ഞാൻ ഇന്ന് 2 ഓപ്പർച്യൂണിറ്റീസ് ഓൾറെഡി നമ്മളുടെ സിഗ്നൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ എൻ്റെ സിഗ്നൽ ഗ്രൂപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് പല ആൾക്കാരും ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ള എന്താ വെച്ചാൽ, ഇതിനകത്ത് ഇല്ലാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഞാൻ ബ്രോഡ്കാസ്റ്റിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഈ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ ലിങ്കിലില്ലാത്ത ആൾക്കാർ, ഈ കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് നിങ്ങളെ ആഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ എനിവേയ്സ് നമ്മളിന്ന് രാവിലെ ഫസ്റ്റ് 11:30 നമുക്ക് 4658 ഗോൾഡിൻ്റെ ടാർജറ്റ് ഉണ്ടായിരുന്നു. അത് രണ്ടും ടാർജറ്റ് ഹിറ്റായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ 12:38 4679 എന്നുള്ളൊരു സെല്ല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് 3 ടാർജറ്റാണ് കൊടുത്തത്. 3 ടാർജറ്റും ഹിറ്റായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഇന്ന് 2 ഓപ്പർച്യൂണിറ്റീസ് എടുത്തിട്ടുള്ളത്, രണ്ടും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. സോ ബേസിക്കലി നമ്മളിപ്പോൾ 2 ആഴ്ചയായി സിഗ്നൽസ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 17 ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് 16 എണ്ണവും ടേക്ക് പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നും പറഞ്ഞ് നിങ്ങൾ വെറുതെ ട്രേഡ് ചെയ്ത്, അതായത് ഞാൻ ഇതിനകത്ത് 90% പോലും ഞാൻ അവകാശപ്പെടുന്നില്ല, ഒരു 80% ഒക്കെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അത് കാരണം നിങ്ങൾ എന്തായാലും ഇതിനകത്ത് ശരിയാവും എന്ന് വിചാരിച്ച് ഓവർലോട്ട് എടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്കറിയാം, നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ടെൻഷനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം. ഒരു വാർ അവസാനിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ അത് ഭയങ്കരമായൊരു എന്താ പറയുക, ഈ ഒരു വീക്കെൻഡിലുണ്ടായ അക്രമങ്ങൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ പീസ് ടോക്സ് എന്താ പറയുക, ഫെയിലായി പോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച പീസ് ടോക്ക് ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഗോൾഡ് മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ പക്ഷേ പീസ് സ്റ്റോക്ക് പ്രോപ്പറായിട്ട് നടന്നില്ല. പീസ് സ്റ്റോക്ക് എന്ത് പറ്റി, പീസ് സ്റ്റോക്ക് എന്താ പറയുക, ഫെയിലായി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം US മിലിറ്ററി ഇറാനിയൻ ടാർജറ്റ്സിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. US നേവി ഷിപ്പിനെ അറ്റാക്ക് ചെയ്തു. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. സോ അത് ബേസിക്കലി വലിയൊരു ടെൻഷനിലോട്ട് കൊണ്ടുവരുവാണ്. കാരണം ചൈനയും റഷ്യ പോലത്തുള്ള രാജ്യങ്ങൾ ഇടപെട്ട് ഇനിയൊരു വേൾഡ് വാറായി തീരുമോ എന്നൊക്കെയുള്ള ഒരു വലിയൊരു ഡൗട്ടിലോട്ടാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അല്ലേ. സോ അതേപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, അതുകൊണ്ടിട്ട് ഇപ്പോൾ ഈ ഒരു വാർ അവസാനിക്കാത്തത് കൊണ്ടിട്ട് തന്നെ ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും കൂടിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെയൊക്കെ 90, വെള്ളിയാഴ്ചയൊക്കെ 90 നിൽക്കുകയായിരുന്നു. സോ അതിനുശേഷം ഇന്ന് വലിയൊരു ഗ്യാപ്പ് അപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 97 ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 100 വരെ പോയിട്ടുണ്ടായിരുന്നു. സോ ക്രൂഡ് ഓയിലിൻ്റെ ഇത് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷൻ കൂടും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഓക്കെ, സോ ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പറ്റും, ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എന്ത് പറ്റും നമുക്ക്, എന്താണ് നമ്മളുടെ
ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോവുകയും ചെയ്യും. അതിൻ്റെ റീസൺ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി എന്താ പറയുക, അതിൻ്റെ കൂടെ പുടിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഈ ഒരു പുടിൻ റഷ്യ ഉക്രൈൻ തമ്മിലുള്ള ആ ഒരു സംഘർഷം ഒരു എൻഡിലോട്ട് വരാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഡയറക്റ്റ്ലി യൂറോയുടെ മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ അതേപോലെ ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നു. ഓയിൽ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടുന്നു. ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഡോളറിൻ്റെ റേറ്റ് കൂടുകയും ഗോൾഡ് താഴോട്ട് വരും എന്നുള്ളൊരു എക്കണോമിക്സ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ചൈനയുടെ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് മേടിച്ച് കൂട്ടുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടിരിക്കുന്നു. സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ടുള്ള ന്യൂസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. 7:30 മണിക്ക് നമുക്ക് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് നമുക്ക് ADP നാളെ നമുക്ക് ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് എന്ന് പറയുന്നൊരു ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ കോർ CPIയുടെ ന്യൂസ് വരുന്നുണ്ട് നാളെ. അപ്പോൾ CPIയുടെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം നാം പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നാളെ ഒരു 5 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുകൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 8 മണിക്ക് ശേഷം ഇന്ത്യൻ ടൈമിംഗ് ഫെഡ് ചെയർ നോമിനേഷൻ വോട്ട് നടക്കുന്നുണ്ട്. സോ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ട കാര്യങ്ങളാണ്. സോ നാളെ ഒരു ഫണ്ടമെൻ്റൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അതേപോലെ മറ്റന്നാൾ നമുക്ക് PPIയുടെ ന്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ട കാര്യമില്ല. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് മെയ് 14 കോർ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വൈകുന്നേരം 6 മണിക്ക് വരുന്നുണ്ട്. ഓക്കെ, GBP ഇന്ന് രാവിലെ 11:30 മണിക്ക് നമുക്ക് GDP അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് അൺഎംപ്ലോയ്മെൻറ്റ് ചേഞ്ച് എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ന്യൂസ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് മറ്റന്നാൾ വ്യാഴാഴ്ച വരുന്ന ന്യൂസുകൾ. വെള്ളിയാഴ്ച നമ്മൾ നോക്കിയാൽ പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. അപ്പം ഈ ആഴ്ചത്തെ താരം CPIയും റീറ്റെയിൽ സെയിൽസുമാണ്. ചൊവ്വയും വ്യാഴവുമായിട്ടാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡേ ആയിട്ടുള്ളത്. സോ ചൊവ്വയും വ്യാഴവും നമ്മൾ 5 മണിക്ക് മുന്നേ ആയിട്ട് ട്രേഡ് അവസാനിപ്പിച്ച് പീസ്ഫുള്ളായിട്ട് ഫാമിലിയായിട്ട് അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, എന്താ പറയുക, എനിക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പറഞ്ഞ് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമുക്ക് അതിന് മുന്നേ ആയിട്ട് നമ്മളെ പല ആൾക്കാരും നമ്മളടുത്ത് ചോദിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഞാൻ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ഡെപ്പോസിറ്റിൻ്റെ ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കയറാവുന്നതാണ് എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, UAE കസ്റ്റമേഴ്സ് ആണ് എങ്കിൽ, നിങ്ങൾ UAEയിലുള്ള ആൾക്കാരാണ്, UAE KYC ആണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ലിങ്കാണ്, അത് നോക്കി തന്നെ എടുത്ത് പോവുക എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അത് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഡയറക്റ്റ്ലി എന്നെ വിളിച്ച് പറയുകയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ്ലി ഞാൻ നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്കുള്ളൊരു സപ്പോർട്ടും എനിക്ക് തരാനായിട്ട് പറ്റും എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ. അതിന് മുന്നേയായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് എന്താ പറയുക, വളരെ ബേസിക് ലെവലിൽ ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്ന ബാച്ചാണ്. സോ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ്സസ് നടക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ക്ലാസ് നടക്കുന്നത്. ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളതിൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിലോട്ട് തന്നെ പോകാം. ഗോൾഡ് 4665 നിൽക്കുന്നു. ഇന്ന് നമുക്ക് ഹൈ പോയത് 4690 വരെയാണ്. സോ ഇന്നത്തെ റേഞ്ച് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് 4640 to 4690 വരെയാണ് ഇന്നത്തെ റേഞ്ച് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. സോ നമുക്ക് ഇന്ന് ഒരു സെൽ സിനാരിയോ ആണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 4680 അവിടെ വീണ്ടും US സെഷന് മുന്നേ ആയിട്ട് കിട്ടുകയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 4680 അവിടുന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4692 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. നമ്മൾക്ക് നേരത്തെ പറഞ്ഞ സെയിം ഓപ്പർച്യൂണിറ്റി കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല
40 ലെവലിലോ 45-50 ലെവലിലോട്ടൊക്കെ നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ബൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ഒറ്റ കാര്യമുള്ള ഒരു ബ്രേക്ക് ഔട്ട് സിനാരിയോ 4700 മുകളിലായിട്ട് 1 അവർ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടെ നിന്ന് ബൈ ചെയ്തു പോകുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ് എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മുടെ GBP USDയിലോട്ട് വരാം. GBP USD ഒരു ബുളിഷ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1.3500 to 1.3660 വരെയാണ് മാക്സിമം ഒക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. സോ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്ക് GBPയിൽ വലിയ പിടിയില്ല. നമുക്ക് റീട്രേസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ 1.3550 അവിടെയൊക്കെ കിട്ടുകയാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാം, അല്ലെങ്കിൽ 1.3560 ഒക്കെ അവിടെ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഇന്ന് അവസാനിക്കുന്നത് 1.3660 മുകളിലും 1.3600 മുകളിലും. ഓക്കെ, നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.3600 മുകളിലുമാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, കാരണം ബ്രിട്ടീഷ് പൗണ്ട് ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ബിക്കോസ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ടിട്ട് ബ്രിട്ടീഷ് പൗണ്ട് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതിനകത്തൊരു ഫണ്ടമെൻ്റൽ സൈഡ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ നമ്മൾ നേരെ യൂറോ USDയിലോട്ട് പോകാം. യൂറോ USD ഈസ് കറൻ്റ്ലി ട്രേഡിംഗ് അറ്റ് 1.1771 നിൽക്കുന്നു. ഓക്കെ, സോ യൂറോയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സെൽ സിനാരിയോ ആണ്. അപ്പോൾ ഒരു വെയിറ്റ് ചെയ്തിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1.1800 എന്ന് പറയുന്ന ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആണത്. അവിടുന്ന് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. 1.1800 അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ 1.1860 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ചു പോകണം. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മളുടെ USD JPYയിലോട്ട് വരാം. 157 ജാപ്പനീസ് ഗവൺമെൻറ് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻ്റർവെൻഷൻ ഒക്കെ വന്നുകൊണ്ടിരുന്ന് 160 മുകളിലോട്ടൊക്കെ നിന്നുകൊണ്ടിരുന്ന നമ്മളെ ജാപ്പനീസ് യെൻ താഴെ കിടന്നു. കഴിഞ്ഞ ആഴ്ച 185 വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി ഇന്ന് നമുക്ക് 156 ലെവലിലോട്ടൊക്കെ വന്ന് കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, 156 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ 156 വരെയൊന്നും പോകില്ല. 156.40 മാക്സിമം 156.20. സോ അവിടുന്ന് വരെയൊക്കെ നമുക്ക് ബൈ ചെയ്ത് പാർഷ്യലി ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ 155.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ചു പോകണം. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന അല്ല എങ്കിൽ ഇന്ന് രാത്രി അവസാനിക്കുന്നത് 157 മുകളിലും തിങ്കളാഴ്ച രാവിലെ 157 നാളെ രാവിലെ 7:30 മണിക്ക് 157 മുകളിലുമാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 157 മുകളിലായിട്ട് ബൈ ചെയ്യുന്ന ആൾക്കാർ 156.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് പോകണം. അത് നിർബന്ധമായിട്ടും പാലിച്ചു പോവുകയും ചെയ്യണം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്ന സിഗ്നൽസ് ഒക്കെ എടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത്. ഓക്കെ, ടേക്ക് പ്രോഫിറ്റും ഇല്ലാതെ ട്രേഡ് ചെയ്യരുത്. നിങ്ങളൊരു സിഗ്നൽ കണ്ട് നിങ്ങൾ അതേപോലെ എടുത്തോ, ബൈ ചെയ്യുന്നിടത്ത് ബൈ ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ ഒരു ഈവൻ നിങ്ങൾക്ക് എന്താ പറയുക, എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഇത് കാണുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളുടെ ആ ഒരു മല്ലു ട്രേഡർ UK എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വെക്കാം. ആ നോട്ടിഫിക്കേഷനകത്ത് പ്രത്യേകം ഒരു എന്താ പറയുക, ഞാൻ ഇന്നൊരാളെടുത്ത് സംസാരിച്ചപ്പോൾ അവർ ആംബുലൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, സോ ആംബുലൻസിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് എന്തായാലും കയറി കാണുമല്ലോ അല്ലേ. സോ അങ്ങനത്തുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ചെറിയ പൊസിഷൻസ് അവിടെ എടുക്കാം. ഓക്കെ, വിത്ത് TP വെക്കാം. എന്നിട്ട് നമ്മൾ പറഞ്ഞ പൊസിഷൻസ് കുറച്ച് ലേറ്റായിട്ടാണ് കാണുന്നതെങ്കിൽ പറഞ്ഞ പൊസിഷൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ ഓർഡർ ഇട്ട് വെച്ചാലും മതിയാകും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ഓവർ ലോട്ട് സൈസ് എടുക്കാതിരിക്കുക, ചെറിയ ലോട്ട് എടുക്കുക. ഓക്കെ, 500-ന് 0.01, 1000-ന് 0.02 ലോട്ട്, മാക്സിമം 0.03 ലോട്ട്, അതിൽ കൂടുതൽ എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ our aim is to protect our capital and build your wealth and we can grow together എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.